ഹീറോ ആകെ ഞെട്ടിത്തരിച്ചു പോവാണ്. ഭാര്യ വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ആ പാരറ്റ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കൂ. അവൻ ഓടി താഴത്തേക്ക് വരും. താഴത്തെ കിച്ചൺ ഡോർ തുറന്നിട്ടുണ്ട്. അതിനകത്തൊരു വെളിച്ചം കാണാം. കിച്ചണിനകത്തേക്ക് കയറുമ്പോൾ ഈ തത്തക്കിളി പ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ഉള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ഒരു മൂലയിൽ ചെന്ന് വീഴും. അതിനെ സമാധാനിപ്പിച്ച് എഴുന്നേക്കുന്ന ഹീറോ പെട്ടെന്ന് ഭാര്യയുടെ രൂപം കണ്ട് ഞെട്ട. താൻ മാനസികമായി വളരെ കുഴപ്പത്തിലായി. ഇല്യൂഷൻസും ഡില്യൂഷൻസും ഒക്കെ കൂടി പ്രാന്തനായി കൊണ്ടിരിക്കുകയെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ ഉടനെ കാറെടുത്ത് തന്റെ അയൽക്കാരിയെ വിളിച്ചിട്ട് പറവയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിന് സുഖമില്ല, ഞാനതിനെ വീട്ടിൽ തന്നെ ഇട്ട് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, എല്ലാം എന്റെ നിയന്ത്രണം വിട്ടു പോകുന്ന പോലെ, മൈൻഡ് കൺട്രോളിൽ കിട്ടുന്നില്ല. താൻ ചെന്ന് ആ പറവയൊന്ന് നോക്കിക്കോ, വീടും ആകെ വൃത്തിയേടാ, ഞാൻ ആശുപത്രിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞ് ഹീറോ നേരെ ആശുപത്രിയിലേക്ക് വരുന്നു. ജെഫ്രിയുടെ മുറി ഏതാ, എനിക്ക് അവനെ കാണണമെന്ന് പറയും. പക്ഷെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ സമ്മതിക്കുന്നില്ല. ഇല്ല, വിസിറ്റിംഗ് സമയം കഴിഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോ അത് കേൾക്കാതെ ഈ ചെറുക്കന്റെ മുറിയിലേക്ക് കയറി വരും. അവിടെ ഒരുപാട് ഈ വളഞ്ഞ കുരിശുകൾ വരച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവനെ ബ്ലഡ് വർക്കിന് വേണ്ടി താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോയിരിക്കുക. വരാൻ കുറച്ച് വൈകുമെന്ന് പറയാം ഡോക്ടർ. അപ്പൊ ഹീറോ ഇവിടെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അവരെവിടെയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഡീൻ വരിക. ഡീൻ വന്നിട്ട് പറയും, ആ കന്യാസ്ത്രീയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കുറച്ച് അളവിൽ കൂടിപ്പോയി, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പൊ ഹീറോ ഇപ്പൊ ആ കന്യാസ്ത്രീ എവിടെയാണുള്ളതെന്ന് ചോദിക്കും. ഡീൻ പറയും, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെ 2 ദിവസം മാത്രമേ കുട്ടികളുടെ വാർഡിലേക്ക് ഞാൻ പോകാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇത് 4ാം ദിവസമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ജോയ്, നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നീ വന്നു പോയതിനു ശേഷം നീ കണ്ട കുട്ടികളെല്ലാം അപ്സെറ്റാണ്. ഇനി നീ ഈ വാർഡിലേക്ക് വരാൻ പാടില്ല, ദയവ് ചെയ്ത് ഇറങ്ങി പോണെന്ന് പറയും. ഹീറോ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അയൽക്കാരി വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പാരറ്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ചെടിച്ചട്ടി പൊട്ടി മണ്ണ് ചെതറി കിടപ്പുണ്ട്. അതിലൊരു പടവും കണ്ടു. നീയാണോ അത് വരച്ചതെന്ന് എനിക്കറിയില്ല, എന്തായാലും നിന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അയൽക്കാരി പറയും. ഹീറോ ചെന്ന് നോക്കുമ്പോൾ ഈ കുട്ടികൾ വരച്ച അതേപോലത്തെ ഒരു വളഞ്ഞ കുരിശ്. അയൽക്കാരി ചോദിക്കും, നീയാണോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം ജനാലയിലും ഒരുപാട് ഇതുപോലത്തെ വളഞ്ഞ കുരിശ് ഞാൻ കാണുന്നുണ്ട്, നീയാണോ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് കാര്യമായ പ്രശ്നമുണ്ട് ജോയ്. ഹീറോ അയൽക്കാരി പറയുന്നൊന്നും കേൾക്കില്ല. എങ്ങനെയൊക്കെയോ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്ത ആ സിസ്റ്ററെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവര് താമസിക്കുന്ന ബോർഡിങ്ങിലേക്ക് വരും. എന്നിട്ട് എനിക്ക് ആ സിസ്റ്ററോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ അച്ഛൻ സമ്മതിക്കില്ല, അതിന് പെർമിഷൻ വാങ്ങിക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം മോളിന്ന്, എന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും. എന്നാൽ ഹീറോ സിസ്റ്റർ വിടാതെ പുറകെ ചെന്ന് എനിക്കൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്, വളരെ അർജന്റാണെന്ന് പറയും. സിസ്റ്ററും ആദ്യം സമ്മതിക്കുന്നില്ല. ഹീറോ പത്രപ്രവർത്തനാണെന്ന് വിചാരിക്കും. എന്നാൽ ഹീറോ, ഞാൻ ഡോക്ടറാണ്, നിങ്ങൾ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഈ ID കാർഡ് വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ID കൊടുക്കും. ഈ ID കണ്ട സിസ്റ്റർ, നിങ്ങൾ എമിലിയുടെ ഭർത്താവാണോ? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? ഹീറോ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് സിസ്റ്റർ, എമിലിയുടെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയണം. സിസ്റ്റർ എന്തെങ്കിലും മറുപടി പറയുമ്പോഴേക്കും അവിടുത്തെ ഫാദർ വന്നിട്ട്, ഇവിടെ അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാവരുത്, കുട്ടികളത് ബാധിക്കും, നിങ്ങൾ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് ഇറക്കിവിടും. ഒപ്പം പോലീസിനെയും വിളിച്ച് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഹീറോയെ 2 പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കുറച്ചു നേരം പോലീസുകാർ ഹീറോയെ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്ന നമ്മുടെ സിസ്റ്റർ ഒരു കുഞ്ഞു പയ്യനെ പറഞ്ഞു വിട്ട് അവന്റെ കയ്യിലൊരു ലെറ്ററും കൊടുത്ത് ഹീറോയെ തനിച്ച് വൈകുന്നേര സമയം ചർച്ചിൽ വന്ന് കാണാൻ പറയും. അങ്ങനെ ഹീറോ ചെന്ന് കാണുന്നു. തന്നോട് കുട്ടികൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം സിസ്റ്ററോട് പറയുന്നുണ്ട്. അതെല്ലാം അവർ ഇമാജിൻ ചെയ്തതല്ല, നടന്ന സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയും, നമ്മുടെ ഇമാജിനേഷനിൽ ഒരുപാട് സത്യങ്ങളുണ്ട്, എല്ലാ ദിവസവും മിറാക്കിൾസ് കാണുന്ന ആളാണ് ഞാൻ പറയുമ്പോൾ പലരും വിശ്വസിക്കാറില്ല. ഇപ്പൊ നീ ഡോക്ടർ ആകും എന്ന് ഇമാജിൻ ചെയ്തതല്ലേ, എന്നിട്ടല്ലേ നീ ആയത്? അതുപോലെ ഇമാജിനേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഹീറോ പറയും, എമിലി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ആ കുട്ടികളും അതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ വെച്ചാണ്, ടണലിൽ വെച്ചിട്ടാണോ എന്ന് സിസ്റ്റർ ചോദിക്കും. അല്ല, ടണലല്ല, റെയിൻബോ ആണെന്ന് ഹീറോ പറയുന്നു. റെയിൻബോയിൽ നിന്നാണ് അവളെ കണ്ടതെന്നാണ് അവർ പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അവൾക്ക് എന്നോട് എന്തോ പറയണം. ഹീറോ ആ വളഞ്ഞ കുരിശ് കാണിച്ചു കൊടുത്തിട്ട്, ഇതിൽ നിന്ന് സിസ്റ്റർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും. സിസ്റ്റർ, ഇല്ല, എനിക്കൊന്നും അറിയുന്നില്ല, ഒരു കാര്യം ചെയ്, ആ കുട്ടികളല്ലേ എമിലിയെ കണ്ടത്, അവരടുത്തേക്ക് എന്നെ വീണ്ടും അവര് എമിലിയെ സ്വപ്നം കാണുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും, നീ അവരെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഹീറോയെ പറഞ്ഞുവിടാണ്. ഹീറോയും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്ന് ഈ കുട്ടികളെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും അവർ സ്വപ്നങ്ങളിലേക്ക് പോകുന്നില്ല, എമിലിയെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു ആക്സിഡന്റ് കേസിൽ ബ്രെയിൻ ഡെത്തായ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഉടനെ ഒരു കോളും വരുന്നുണ്ട്. ഹീറോയുടെ സീനിയർ ഡോക്ടർക്ക് ആ ബോഡിയിൽ നിന്ന് ലിവർ വേണം, ആ മനുഷ്യന് ബ്രെയിൻ ഡെത്തായി, ഓർഗൻസ് എല്ലാം ഓൾറെഡി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, സോ ഇനി ഓർഗൻസ് റിമൂവ് ചെയ്തെടുത്താൽ മാത്രം മതി, ഞാൻ എത്രയും പെട്ടെന്ന് ലിവർ എടുക്കാൻ വരാം, അതുവരെ ആ ബോഡി ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് സീനിയർ വിളിച്ചു പറയും. ഹീറോയിൻ ചെന്ന് ആ ബോഡിയുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് അതിന് കാവലിരിക്കുകയാണ്.
ബ്രെയിൻ ഡെത്തായി ജസ്റ്റ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ലൈവായിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബ്രെയിൻ ഡെത്തായ മനുഷ്യൻ ആരുമില്ലാത്ത നേരത്ത് ഹീറോയോട് സംസാരിക്കുക. ജോയ്, എന്റെ അടുത്തേക്ക് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മനുഷ്യൻ വായനക്കാതെ എമിലിയുടെ സ്വരത്തിൽ സംസാരിക്കുന്ന കാണുമ്പോൾ ഹീറോ വിചാരിക്കും അവന് ജീവനുണ്ടെന്ന്. ഈ ബോഡി എടുക്കാൻ വരുന്നവരെ ഹീറോ തടയുക. ഇയാൾക്ക് ജീവനുണ്ട്, ദയവ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ഓർഗൻസ് മാറ്റരുത്. അപ്പൊ സീനിയർ ഡോക്ടർ ആണെങ്കിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് ഇയാൾക്ക് ഒരു അനക്കവുമില്ല, ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞു. റിപ്പോർട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. നീ എന്തൊക്കെയാണ് പറയുന്നത് ജോയ്? മാറി നിൽക്ക്, നിന്റെ മനോവസ്ഥ ശരിയല്ല, ഞങ്ങൾ ഈ ബോഡി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുപോകുന്നു. ഹീറോ ആണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകാർക്ക് വേറെ വഴിയില്ലാതെ അവര് പോലീസിനെ വിളിച്ചിട്ടാണ് ഹീറോയെ അവര് അടക്കി ഒതുക്കി മാറ്റുന്നത്. അങ്ങനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അയൽക്കാരിയായിരിക്കും വന്ന് ജാമ്യത്തിനടുത്ത് ഹീറോയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ഹീറോയോട് അവർ ചോദിക്കുന്നുണ്ട്, ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞ് നീ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയോ? എന്താ പറ്റിയത്? ഹീറോ പറയും, എമിലി ആയിരുന്നു അയാളിലൂടെ എന്നോട് സംസാരിച്ചത്. ഇത് കേട്ട അയൽക്കാരി, എമിലിയുടെ ബോഡി ഇതുവരെ നീ കണ്ടിട്ടില്ല, എന്റെ മോളുടെ ബോഡിയും ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അവള് തിരിച്ചു വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നേനെ. നിനക്കതാണ് പറ്റിയത്. നീ ആ കുട്ടികളുടെ കാര്യം പറഞ്ഞെങ്കിൽ ഓക്കെ, അവർക്ക് നിന്റെ ഭാര്യ അറിയുമായിരുന്നു. പക്ഷെ ഏതോ ഒരു മനുഷ്യൻ എമിലിയെ പോലെ സംസാരിച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും ഭ്രാന്താണ് ചോ. നിനക്ക് എന്താണ് പറ്റിയത്? ഹീറോ പറയും, അതിലെ ഒരു കുട്ടി, അവൾക്ക് എമിലിയെ അറിയില്ല, നേരിട്ട് അറിയില്ല. ഈ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എമിലിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അവൾ ഡെസ്പറേറ്റ് ആണ് എന്തോ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അയൽക്കാരി, വെൻസുലിയ ഗവൺമെന്റ് 1 മാസം മുഴുവൻ സെർച്ച് ചെയ്തിട്ടും ഒരു ബോഡി അവർക്ക് കണ്ടുകിട്ടിയിട്ടില്ല. എമിലി മരിച്ചു, ഇനി തിരിച്ചു കിട്ടാനൊന്നുമില്ല, അവൾക്ക് നിന്നോട് പറയാനൊന്നുമില്ല. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കി അവളുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഒരു മുഴുപ്രാന്തനായിട്ട് നീ മാറും. ഞാൻ പറയുന്ന കേൾക്കിച്ചോ, എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാ പറയുന്നു. നീ ആ വീട് വിറ്റ് വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയിക്കോ. ഇപ്പോ നീ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോ, അതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞ് ഉപദേശവും കൊടുത്ത് അയൽക്കാരി ഹീറോയെ പറഞ്ഞു വിടുന്നു. താൻ ഇനിയും ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയല്ല, അത് തന്റെ ജീവിതത്തെയും ജോലിയെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ ആ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. ഒരു പരസ്യ ബോർഡൊക്കെ വീടിന് ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് മാറിപ്പോയാൽ തന്റെ ഭക്ഷണം ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്ന് അയൽക്കാരിയോട് പറയും ചെയ്യും ഹീറോ. അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഈ വീട് മാറിപ്പോകാൻ വേണ്ടി ഹീറോ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കുന്നുണ്ട്. അതിൽ ആ പേപ്പർ വെയിറ്റ് എടുത്ത്, തുമ്പിയുടെ പേപ്പർ വെയിറ്റ് എടുത്ത് ഒരു വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് ഹീറോ പെട്ടിക്കകത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് അതേപോലെ തുണികളും എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പെട്ടെന്നാണ് ബെഡ്റൂമിലെ ലൈറ്റ് ഫ്ലിക്ക് ചെയ്ത് ഫ്യൂസ് പോവുക. ബൾബ് മാറ്റാൻ വേണ്ടി താഴെ വന്ന് ബൾബ് എടുത്തുകൊണ്ട് തിരിച്ച് ബെഡ്റൂമിലേക്ക് വന്ന ഹീറോ അവിടുത്തെ സീൻ കണ്ട് ഞെട്ടിപ്പോവും. സംഭവം, താൻ എടുത്ത് പൊതിഞ്ഞു വെച്ചിരുന്ന ആ പേപ്പർ വെയിറ്റ് വീണ്ടും പഴയ സ്ഥാനത്ത്. അതേപോലെ താൻ കബേർഡിൽ നിന്ന് മാറ്റിവെച്ച തന്റെ തുണികളെല്ലാം വീണ്ടും ആരോ കബേർഡിൽ എടുത്തു വെച്ചിരിക്കുന്നു. ഹീറോയ്ക്ക് ആകെ കിളി പറന്ന അവസ്ഥയായിരിക്കും. താൻ കാണുന്നതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ, തനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുകയാണോ, ഇതൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ സംഭവിച്ചത് അതെന്തായാലും കൈവിട്ടുപോയി. എമിലി തന്നോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങിയ ഹീറോ തിരിച്ച് വീണ്ടും വീടിനകത്തേക്ക് കയറും. അപ്പോ താൻ ട്രിപ്പ് പോകാൻ എടുത്തു വെച്ചിരുന്ന ആ മാപ്പ് നിലത്തേക്ക് വീണ് കിടക്കുന്നു. ആ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ താൻ ഒരുപാട് തവണ കണ്ട ആ വളഞ്ഞ കുരിശിന്റെ അടയാളം ഈ മാപ്പിനകത്തുണ്ട്. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തുണ്ട്. ഹീറോ ഉടനെ തന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച്, ഈ മാപ്പുകളെ കുറിച്ചൊക്കെ ബോധമുള്ള ഒരു കൂട്ടുകാരനെ വിളിച്ച്, എന്റെ കയ്യിലുള്ളത് ഒരു അരുവികളുടെ മാപ്പാ, അതിൽ വളഞ്ഞ കുരിശ് കാണാം, ഒരു ക്രോസ് കാണാം, അതിന് അർത്ഥം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ആ കൂട്ടുകാരൻ പറയും, ആ വളഞ്ഞ കുരിശുകളെല്ലാം വാട്ടർഫാൾസ് ഉള്ള സ്ഥാനത്തെയാണ് കുറിക്കുന്നത്. അതിലൊരു സർക്കിളും കൂടെ ഉണ്ടെങ്കിൽ ജലയാത്ര നടത്താൻ പറ്റുന്ന സ്ഥലമായിരിക്കും. ക്രോസ് മാത്രമാണെങ്കിൽ വാട്ടർഫാൾസ് ആണെന്ന് പറയും. ഇത് കേട്ടുടനെ ഹീറോ തന്റെ ഭാര്യ അയച്ച ഫോട്ടോസ് അല്ലേ അതൊക്കെ എടുത്ത് നോക്കുന്നു. അതിലൊരു വാട്ടർഫാളിന്റെ അടുത്താണ് ഇവൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ആ വാട്ടർഫാൾസിൽ ഒരു റെയിൻബോ കാണാം. അപ്പൊ ഇത് തന്നെയാണ് ഭാര്യ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലവും വിവരവും. താൻ മരണപ്പെട്ട സ്ഥലത്തേക്കാണ് അവൾ വിളിച്ചിരിക്കുന്നത് ഹീറോനെ. എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഹീറോ വെനിസുല രാജ്യത്തിലേക്ക് പോകുന്നു. അവിടുന്ന് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഗൈഡിനെ പരിചയപ്പെടുന്നുണ്ട്. അയാളോട് നമ്മുടെ പൈലറ്റ് എത്തിയോ, എപ്പോഴാണ് വരിക, ഇപ്പൊ പോകാൻ പറ്റില്ലെന്ന് ചോദിക്കും. പുള്ളിക്കാരൻ കൈ തുടച്ച് ഹീറോയ്ക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡും കൊടുത്തിട്ട്, ഞാൻ തന്നെയാണ് പൈലറ്റ്, അതിന് പ്രത്യേക ആൾക്കാരൊന്നും വരില്ല, എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഓടിക്കാം, സ്ഥലത്തെത്തിച്ചാൽ പോരെ, വായോ എന്ന് പറഞ്ഞു വിളിക്കും. ഹീറോ, നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയും, നമ്മൾ പറക്കുന്നതുകൊണ്ട് പാതി വഴി ആരും നിർത്തി ലൈസൻസ് കാണിക്കാൻ പറയില്ല, അതുകൊണ്ട് പേടിക്കേണ്ട, വായോ പോവാന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ ലഗേജ് കയറ്റുന്ന പോലെ ഈ കൊച്ചു വിമാനത്തിൽ ലഗേജും കയറ്റിയിട്ട് ഹീറോയോട് വണ്ടി കയറാൻ പറയാം. അപ്പൊ ഹീറോ ഭാര്യയുള്ള വാട്ടർഫാൾ കാണിച്ചു കൊടുത്തിട്ട്, ഈ സ്ഥലം നിങ്ങൾക്ക് അറിയുമോ, അങ്ങോട്ടാണ് പോണ്ടേന്ന് പറയും. പുള്ളിക്കാരൻ, ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ട്, കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം, അവിടെയുള്ളത് ട്രൈബൽസ് ആണ്, നിങ്ങൾ പറയുന്നത് മനസ്സിലാവില്ല, എന്നോട് സംസാരിച്ചാൽ മതി, ഞാൻ അവര് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാന്ന് പറയും. എന്നിട്ട് വിമാനത്തിൽ കയറി കഴിയുമ്പോൾ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ചോദിക്കും. ഹീറോ ഭാര്യയാണെന്ന് പറയും. കുറച്ചുനാൾ മുന്നേ അവിടെ സംഭവിച്ച ആ ബസ് അപകടത്തിൽ മരണപ്പെട്ടാണെന്ന് പറയും. അപ്പൊ ആ ഡ്രൈവർ ആ
ബസ്സിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴി തന്നെയാ. ബസ് അവിടെയുണ്ട്, പക്ഷെ അതിലെ ആൾക്കാരെല്ലാം വെള്ളം അടിച്ചിട്ട് പോയി. അത്രയും ഒഴുക്കായിരുന്നു അവിടെ എന്ന് പറയും. എന്നിട്ട് പോകുന്ന വഴിയെ ആ ബസ് അരുവി കിടക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനടുത്തായി തന്നെ ഒരു ട്രൈബൽ വില്ലേജും ഉണ്ട്. ആ വില്ലേജിലേക്ക് പെർമിഷൻ ഇല്ല. ട്രൈബ്സിന് പുറത്തുള്ള ആൾക്കാരെ ഇഷ്ടമല്ല. പോയി കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. എൻ്റെ അടുത്ത് പറയാതെ എങ്ങോട്ടും പോകരുത്, അവരോട് സംസാരിക്കാനും ശ്രമിക്കരുത് എന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട് പൈലറ്റ്. അത് കഴിഞ്ഞ് ഒരു ഫ്ലൈറ്റ് ഇറക്കുന്നു. 2 ട്രൈബ്സിനോട് ഇയാൾ ചെന്ന് സംസാരിക്കും. എന്നിട്ട് ഹീറോയോട് വന്നിട്ട് പറയും, നമുക്ക് വില്ലേജിൽ പോകാൻ പെർമിഷൻ ഇല്ല, പക്ഷെ ഇവർക്ക് ബസ്സിൽ നിന്ന് കിട്ടിയ ആൾക്കാരെ അവർ കുഴിച്ചിട്ടൊരു ഗ്രേവ് യാർഡുണ്ട്, അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നവർ പറയുന്നു. നമുക്കിന്ന് അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞ് അവരൊരു ട്രക്കിൽ കയറി ഈ ബസ്സിൽ നിന്ന് കിട്ടിയ കുറച്ചധികം ബോഡികൾ ഈ ട്രൈബൽ ആൾക്കാർ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ ഗ്രേവ് യാർഡിലേക്ക് ഹീറോയെ കൊണ്ടുപോകും. ഒരുപാട് പേരെ മാറി മാറി കുഴിച്ചിട്ട് അതിന് പുറത്തായിട്ട് ഉരുളൻ കല്ലുകൾ കൂട്ടിവെച്ചിട്ടുണ്ട്. അതിലേതായിരിക്കും തന്റെ ഭാര്യ എന്ന് പോലും ഹീറോയ്ക്ക് അറിയില്ല. ആകെ മനസ്സ് തകർന്ന് ആ ഗ്രേവ് യാർഡിന് നടുവിലായിട്ട് ഹീറോ ഇരുന്നുകൊണ്ട് ഈ ഗൈഡിനോട് ചോദിക്കുകയാണ്, ഇതില് ഏത് ഗ്രേവ് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ വല്ല മാർഗമുണ്ടോ? എന്റെ ഭാര്യ ഏതാണെന്ന് മനസ്സിലാക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പൊ ഗൈഡ് അതിന് മറുപടി ഒന്നും പറയില്ല. നമുക്ക് പോകാൻ സമയമായി സെനോറ, ആരുടേതാണെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. ഇത് കേട്ട ഹീറോ, ഞാനൊരു തവണ ചോദിക്കട്ടെ, ചിലപ്പോൾ അവർക്ക് അറിയുമെങ്കിലോ? ഹീറോ തന്റെ കയ്യിലുള്ള ഫോട്ടോ കാണിച്ച് ഇതെന്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഗൈഡ് ഹീറോ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രൈബ്സ് ഈ ഫോട്ടോ വാങ്ങിച്ചിട്ട് പരസ്പരം എന്തോ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. ഇവരെന്താണ് പറയണതെന്ന് ഹീറോ ഗൈഡിനോട് ചോദിക്കും. ഗൈഡ് പറയും, അവർക്ക് നിങ്ങളെ ഭാര്യ അറിയാമത്രേ. ഒരാൾ പറയുന്നു നിങ്ങൾ വില്ലേജിലേക്ക് കൊണ്ടുപോകണമെന്ന്, മറ്റേ ആള് പറയുന്നു ഇല്ല കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെയുള്ളവർ ചീത്ത പറയുമെന്ന്. ഇത് പറഞ്ഞ് അവർ തമ്മി തർക്കമാണ്. അത് കേട്ടുടനെ ഹീറോ തിരിഞ്ഞു നോക്കും. താൻ ഫോട്ടോയിൽ കണ്ട ആ വെള്ളച്ചാട്ടം ഇവിടുന്ന് അടുത്ത് തന്നെയാ. അതിനടുത്തായിട്ടാണ് ഈ വില്ലേജ് ഉള്ളത്. അവർക്ക് കൊടുത്ത ഫോട്ടോ തിരിച്ചു വാങ്ങിയിട്ട് ഹീറോ ഒരൊറ്റ ഓട്ടം. നമ്മുടെ ഗൈഡ് ആണെങ്കിൽ വിടാതെ പുറകെ ഓടുന്നുണ്ട്. സാർ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്റെ ഗവൺമെന്റ് നിങ്ങളെ ഗവൺമെന്റിന് മറുപടി പറയേണ്ടി വരും, അത് വലിയ പ്രശ്നമാവും, എന്റെ ലൈസൻസ് പോലും പോകും, ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ വെള്ളത്തിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടം. ആ ചാട്ടം റിയൽ ആണെന്ന് തോന്നുന്നുണ്ട്, പക്കയായിട്ടാണ് എടുത്തിരിക്കുന്നത്. മനുഷ്യൻ റിയൽ ആയിട്ട് വെള്ളത്തിൽ ചാടിയും തോന്നുന്നു. എന്തായാലും വെള്ളത്തിൽ ചാടിയ ഹീറോ ഭാര്യ പോയ ആ ബസ്സിനകത്തേക്ക് കയറും. ആ ബസ്സിനെ കണ്ടതുകൊണ്ടാണ് ഹീറോ വെള്ളത്തിലേക്ക് ചാടിയത്. ഈ ബസ്സിനകത്ത് നിന്നൊന്നും കിട്ടുന്നില്ല. പണ്ടവർ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോയ ആ മെഡിക്കൽ പെട്ടി മാത്രം ഉണ്ടാകത്ത്, മറ്റൊന്നുമില്ല. ബസ് മൊത്തം വാഷൗട്ടായി പോയി കഴിഞ്ഞു. ഇപ്പൊ ഹീറോ ബസ്സിനകത്ത് കയറിയ ഉടനെ അത് അനങ്ങാൻ തുടങ്ങും. ഒഴുക്ക് വെള്ളത്തിൽ അടിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഒരു കല്ലി മുട്ടി അത് നിൽക്കുന്ന സമയം ഹീറോയുടെ കാല് ചേറിനിടയിൽ കുടുങ്ങി അവന് മുകളിലേക്ക് പൊങ്ങി വരാൻ കഴിയുന്നില്ല. വെള്ളത്തിലേക്ക് താണുപോയി. ശ്വാസം മുട്ടി പകുതി ജീവൻ പോയ സമയത്ത് ഹീറോയ്ക്ക് തന്റെ ഭാര്യയെ കാണാം. അവള് ദൂരെയുള്ളൊരു വെളിച്ചത്തിലൂടെ തന്റെ അരികിലേക്ക് വരുന്നു. അരികെ വന്ന ഭാര്യയെ ഹീറോ തൊടുന്ന സമയം അവൾക്കുണ്ടായ അപകടത്തെ പൂർണ്ണമായിട്ട് ഇവന് കാണാൻ കഴിയുന്നുണ്ട്. ആ അപകടത്തിൽപ്പെട്ട ഒരുപാട് ബോഡികൾ വെള്ളത്തിലൂടെ ഒലിച്ചുപോയി. അതിൽ പലതും ഈ ട്രൈബൽ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അവര് ഭാര്യയുടെ ബോഡി എടുത്തുകൊണ്ട് പോകുന്നത് വരെ ഹീറോയ്ക്ക് കാണാൻ പറ്റി. അടുത്ത നിമിഷം നമ്മുടെ ഗൈഡ് എങ്ങനെയൊക്കെയോ ഹീറോയെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്നു, രക്ഷപ്പെടുത്തി. എന്നിട്ട് എടോ പ്രാന്ത, എന്നോട് ചോദിക്കാതെ ഇവിടുന്ന് അനങ്ങി പോകരുത്, നീ കാരണം എന്റെ ജീവിതം കൂടി ഇല്ലാതാവും, ദയവ് ഇത് പറയുന്നത് കേൾക്ക് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഹീറോ എഴുന്നേറ്റ് വീണ്ടും ഓടാൻ തുടങ്ങും. ആ വില്ലേജിലേക്ക് പോവല്ലേ, അവിടെയുള്ളവർ കൊന്നുകളയും, ദയവ് ചെയ്ത് പോകല്ലേ എന്നും വിളിച്ചിട്ട് ഗൈഡ് പുറകെ ഓടി വരുന്നു. പക്ഷെ ഹീറോ ഓടി ആ വില്ലേജിലേക്ക് എത്തി. ഹീറോയെ കണ്ടുടനെ ഒരു കൊച്ചുകുട്ടി ചെന്നതിന്റെ അപ്പനോട് പറഞ്ഞു കൊടുക്കും. ആ അപ്പനാണെങ്കിൽ വില്ലേജിലെ ആൾക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവരും ഹീറോയെ കുത്തി കൊല്ലാൻ നോക്കുക. അപ്പോഴാണ് ഹീറോ തന്റെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ ഭാര്യയാണ്, മെസ്പോറ എന്ന് പറഞ്ഞ എന്റെ ഭാര്യയാണെന്നർത്ഥം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ അറിയാമോ, ഇവളെ കണ്ടിട്ടുണ്ടോ? അതിലെ ഒരു മനുഷ്യൻ ഈ ഫോട്ടോ വാങ്ങിച്ചിട്ട് ആ ഇത് ഡോക്ടറെ അല്ലേ എന്ന് പറയും. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഇവരെ ചികിത്സിച്ച ഡോക്ടറാണത്. ഉടനെ ഇവര് അമ്മച്ചിയെ വിളിച്ചുകൊണ്ടിരാൻ പറയുന്നു. ആ ട്രൈബ്സിൽ ഒരു മൂപ്പത്തിയുണ്ട്. ആ മൂപ്പത്തി അമ്മൂമ്മ ഈ ഫോട്ടോ കണ്ടിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. അവരെന്തോ ഹീറോയോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ഗൈഡ് തർജ്ജമ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളെ ഭാര്യയെ ഇവർക്ക് നേരത്തെ അറിയുമായിരുന്നു. ഈ ട്രൈബ്സ് വില്ലേജിനെ അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവസാനം ഇവിടുന്ന് പോകുന്ന സമയത്താണ് അവർ അപകടത്തിൽപ്പെടുന്നത്. അവരുടെ ബോഡി ഇവർക്ക് കണ്ടുകിട്ടി. എന്നാൽ ആ ബോഡിയിലെ ജീവനെ ഇവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ആത്മാവിനെ ഇവര് രക്ഷപ്പെടുത്തിയത്രേ. ഇത് കേട്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. വരൂ, എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചി ഹീറോയെ വിളിച്ചുകൊണ്ട് പോകും. ഒരു വലിയ കൂടാരം. ആ കൂടാരത്തിനകത്ത് മുഴുവൻ സ്ത്രീകളാ. ഈ ട്രൈബൽ വില്ലേജിലെ സ്ത്രീകൾ മൊത്തം ഈ കൂടാരത്തിനകത്താന്ന് തോന്നുന്നു. അവരുടെ ഇടയിൽ കൂടെ ഹീറോയെ ആ അമ്മച്ചി വിളിച്ചുകൊണ്ട് പോകും. അറ്റത്ത് ഒരു ഓലപ്പാത്രമുണ്ട്, ഒരു ഓലത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പഞ്ചാര കുഞ്ഞ്, ഒരു പെൺകുഞ്ഞ്. കണ്ടുകൊണ്ടിരുന്നവരുടെ കണ്ണുകൾ മുഴുവൻ നിറയുന്ന ഒരു നിമിഷം. അത് ഹീറോയുടെ മോളായിരുന്നു. അയാൾക്കും എമിലിക്കും പിറന്ന കുഞ്ഞ്. അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല.
പക്ഷേ ഈ ട്രൈബൽ ആൾക്കാര് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അതിന്റെ ബന്ധുക്കൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. ആ ഡോക്ടർക്ക് ചെയ്തു കൊടുത്ത പരോപകാരം ഹീറോ തന്റെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയിട്ട് കരയാൻ പോലും പറ്റാതെ നിൽക്കുകയാണ്. അപ്പൊ ആ മൂപ്പത്തി അമ്മൂമ്മ പറയും, കുഞ്ഞിന്റെ കാലില് ഒരു തുമ്പിയുടെ പടം ഉണ്ടെന്ന്. ഭാര്യയുടെ ശരീരത്തുണ്ടായിരുന്ന അതേ ബർത്ത് മാർക്ക്. അവൻ മുട്ടിലിരുന്ന് കരയുവാണ് തന്റെ കുഞ്ഞിനെ കണ്ടിട്ട്. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എമിലിയുടെ ആത്മാവ് പല മാർഗത്തിലൂടെ തന്റെ ഭർത്താവിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുഞ്ഞിലേക്ക് അവൻ എത്തിക്കണമായിരുന്നു. ഹീറോ ആ വെള്ളച്ചാട്ടവും അതിന് മുകളിലുള്ള മഴവില്ലും കാണിച്ചു കൊടുത്തിട്ട്, അമ്മ ഇതാ അവിടെയുണ്ട്, അവിടെ നിന്ന് മോളെയും അച്ഛനെയും കാണുന്നുണ്ട് എന്ന് പറയും. അത് കഴിയുമ്പോൾ അടുത്ത സീനില് ഹീറോയ്ക്കും ഭാര്യയ്ക്കും ഇഷ്ടമുള്ളൊരു സ്പോട്ടല്ലേ, അങ്ങോട്ട് ആ കുഞ്ഞു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുക. ഇത്തിരി വളർന്നിട്ടുണ്ട്. അപ്പനും മോളും ചപ്പുചവറുകൾ പെറുക്കി വലിച്ചെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവരുടെ സന്തോഷങ്ങളെ കാണിച്ചിട്ട് അവിടെ വെച്ച് ഡ്രാഗൺ ഫ്ലൈ എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തണം. നിങ്ങൾ എനിക്ക് തരണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഊറു.